ഒമാനിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും പണവും സ്വർണവും കയ്യിൽ കരുതുന്നതിൽ യാത്രക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടുണ്ട് കസ്റ്റംസ് അതോറിറ്റി. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും ആര്യ ഗോവിന്ദ്. നന്ദി ധന്യ. ഒമാനിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി വന്നിരിക്കുകയാണ് ഒമാൻ കസ്റ്റംസ് അതോറിറ്റി. നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒമാനിലേക്ക് യാത്രാ ഗൈഡ്. കസ്റ്റംസ് ഡിക്ലറേഷൻ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. 6000 ഒമാനി റിയാൽ വരുന്ന പണം, ആ 6000 ഒമാനി റിയാൽ വരുന്ന പണം, അതുപോലെ അതിന് തുല്യമായിട്ടുള്ള ചെക്കുകൾ, സെക്യൂരിറ്റികൾ, ഓഹരികൾ, പേയ്മെന്റ് ഓർഡറുകൾ, അമൂല്യ ലോഹങ്ങൾ, സ്വർണം, വജ്രം, അമൂല്യ കല്ലുകൾ, മറ്റ് 6000 റിയാലിന് തുല്യമായ മറ്റ് കറൻസികൾ എന്നിവയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കസ്റ്റംസ് ഡിക്ലറേഷൻ നടത്തണം. ഇനി കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയ വസ്തുക്കളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോ ക്യാമറ, സംഗീതോപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, ടിവിയും റിസീവറും, ബേബി സ്ട്രോളറുകൾ, ഭിന്നശേഷിക്കാരുടെ കസേരകളും സ്ട്രോളറുകളും, കമ്പ്യൂട്ടർ, മൊബൈൽ പ്രിന്ററുകൾ, തുണികൾ, ആഭരണങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, മരുന്നുകൾ എല്ലാം കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയ വസ്തുക്കളാണ്. ഇതെല്ലാം വ്യക്തിഗത ഉപയോഗത്തിനുള്ളവയാണെങ്കിൽ. ഇനി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങി നമ്മൾ കൊണ്ടുപോകുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മരുന്നുകൾ, ഡ്രഗ്, മെഡിക്കൽ മെഷീനുകൾ, ജീവനുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വളങ്ങൾ, കീടനാശിനികൾ, പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമ വസ്തുക്കൾ, AMG ട്രാൻസ്മിറ്ററുകൾ, ഡ്രോണുകൾ പോലുള്ള വയർലെസ് ഉപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വ്യക്തിഗത സംരക്ഷണത്തിനുള്ള വസ്തുക്കൾ എന്നിവയ്ക്കെല്ലാം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും തീർച്ചയായും അനുമതി വാങ്ങിയിരിക്കണം. കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ച വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ, ലഹരി വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളുടെ മാതൃകയിലുള്ള കളിപ്പാട്ടങ്ങൾ, സൈനിക യൂണിഫോമിന് സമാനമായ വസ്ത്രം, ആനക്കൊമ്പ് എന്നിവ നമുക്ക് യാതൊരു തരത്തിലും കയറ്റുമതി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കുന്നതല്ല. നിയമം ലംഘിച്ചാൽ കനത്ത പിഴയുമായാണ് ഒമാൻ കസ്റ്റംസ് അതോറിറ്റി വന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമപ്രകാരം യാത്രക്കാർ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ 3 വർഷം വരെ തടവും 10,000 റിയാലിൽ കൂടാത്ത പിഴയും തീർച്ചയായും നിയമം തെറ്റിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്.